ഹലോ. വിസ്ഡൻ ടൂത്ത് അല്ലെങ്കിൽ ഇംപാഷൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിസ്ഡൻ ടൂത്ത് ഇംപാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലിൻ്റെ ഉള്ളിൽ പല്ല് കുരുങ്ങിക്കിടക്കുക. അതായത് പല്ലെല്ലാം വന്നതിന് ശേഷം തീരെ സ്പേസ് ഇല്ല. തേർഡ് മോളാർ 16, 18 വയസ്സിൽ കയറി വരാനുള്ള ആ വിസ്ഡൻ ടൂത്തിന് ആവശ്യത്തിന് സ്പേസ് ഇല്ല. അങ്ങനെ ആ പല്ല് എല്ലിൻ്റെ ഉള്ളിൽ കുരുങ്ങിക്കിടക്കുന്നു. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരുപാട് പേഷ്യൻസ് ഒരുപാട് പ്രശ്നങ്ങൾ പറയാറുണ്ട്. അതിലൊന്ന് അവർക്ക് ആ ഭാഗത്ത് നീര്, വേദന, വാ തുറക്കാനുള്ള ബുദ്ധിമുട്ട്, ഉമിനീര് ഇറക്കാനുള്ള പ്രയാസം, ഇവയൊക്കെ ആയിരിക്കും. പിന്നെ ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവിടെ ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ തിങ്ങി മുളച്ച് വരുന്ന പല്ലിൻ്റെ മുകളിൽ മോണ പൂർണ്ണമായും നീങ്ങാതെ പല്ലിനും മോണയ്ക്കും ഇടയിൽ ഉറ പോലുള്ള ഭാഗത്ത് ഭക്ഷണം തങ്ങി നിന്ന് നമുക്ക് വേദന അനുഭവപ്പെടാം. അപ്പം ഇതേപോലെ തന്നെ ഇപ്പോൾ താഴത്തെ പല്ലിലും ഇംപാഷൻ ഉണ്ട്, മുകളിലത്തെ പല്ലിലും നമുക്ക് ഇംപാഷൻസ് ഉണ്ട്. അപ്പം ഇത് നമ്മൾ ഇതെങ്ങനെയായിരിക്കും? ഇപ്പോൾ പല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ബുദ്ധിമുട്ടായിട്ട് വരുമ്പോൾ തന്നെ ഡോക്ടർമാർ പറയാറുണ്ട് നിങ്ങളൊരു എക്സ്റേ എടുക്കണം. മിക്കവാറും ഈ കംപ്ലൈൻ്റ് ആയിട്ട് വരുന്ന പേഷ്യൻസിനോട് ഡോക്ടർ എക്സ്റേ എടുക്കാൻ ആവശ്യപ്പെടാറുണ്ട്. കാരണം അതെങ്ങനെയാണ് കിടക്കുന്നത് അറിയാൻ വേണ്ടിയൊക്കെ ആയിരിക്കും നമ്മൾ എക്സ്റേ എടുക്കുന്നത്. പിന്നെ മിക്കവരും ചെവിയുടെ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ ചെവി വേദനയായിട്ട് ചിലർ പേഷ്യൻസ് വരിക. അപ്പോൾ നമ്മൾ നോക്കണം ചെവി വേദന ഉണ്ടോ. ഇല്ലെങ്കിൽ ചെവി വേദന ഇല്ലെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ പല്ല് ഡോക്ടറെ കണ്ടിട്ട് ഇതുപോലെ നമുക്ക് ഈ പല്ല് പ്രശ്നങ്ങളുണ്ടോ എന്ന് നമ്മൾ കൺഫർമേഷൻ എടുക്കണം. പിന്നെ നമ്മുടെ ഈ തേർഡ് മോളാർ എടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ബുദ്ധിമുട്ട്? ഇപ്പം സാധാരണ പല്ലെടുപ്പിനേക്കാൾ ബുദ്ധിമുട്ടുണ്ട് ഈ പല്ലുകൾ എടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ആൻറ്റിബയോട്ടിക് എടുക്കുകയും നമ്മൾ എടുത്തതിന് ശേഷം ഒരു മൈനർ സർജറിയിലൂടെയാണ് നമ്മളിത് ഇംപാഷനുള്ള ടൂത്ത് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കുകയൊക്കെ വേണ്ടി വരും. അപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശം എന്താണോ അതനുസരിച്ച് നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടി വരും. പിന്നെ ഇത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഡോക്ടറെ അടുത്ത് സമീപിക്കേണ്ടതാണ്. കൂടുതൽ ദന്തൽ സംബന്ധമായ അറിവുകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ ഡോക്ടർ ബിസ്നി. കണ്ട് മനസ്സിലാക്കാനായി ഏകദേശം ഞാൻ എൻ്റെ പിക്ചേഴ്സ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി നോക്കുക.